ഇന്ന് നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന്. അതെ, ഉപ്മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് റവ നമ്മൾ കുക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഒരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടലപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പ് ഒരു പകുതി മൂപ്പാവണ സമയത്ത് കടുകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു 3.5 കപ്പ് ചുടുവെള്ളം എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ 1 കപ്പ് റവയ്ക്കുള്ള അളവാണ് പറയുന്നത്. 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കണം. വറുത്ത റവ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ റവ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണത്. പിന്നെ റവ നന്നായി കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ നെയ്യില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് അടച്ചട വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഉപ്മാവ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്മാവ് റെഡി ആവും കേട്ടോ. ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.